ഇവിടെ നല്ല കാഴ്ചയുണ്ടോ നിങ്ങൾക്ക്? വേണ്ട നമ്മളെ കൊതിപ്പിക്കുകയാണ് അങ്ങനെ. ഇതല്ല പൈതൽ മല, ഇത് ഈ ഭാഗത്തുള്ളൊരു ചെറിയ മല മാത്രമാണ്. 9 മണിക്കാണ് പൈതൽ മല ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കുന്ന ടൈമും 9 മണി ടു 5 മണി വരെയാണ്. വേഗം ഏകദേശം 7:30 ആയതേ ഉള്ളൂ. ഇനിയുണ്ട് ഒരുപാട് നടക്കാൻ. ചെറിയൊരു അബദ്ധം സംഭവിച്ചെന്താണെന്നറിയോ? എൻ്റെ കുപ്പിയിൽ വെള്ളം തീർന്നു. ഇനിയിപ്പം വെള്ളം കിട്ടാൻ എന്തെങ്കിലുമൊക്കെ മാർഗമുണ്ടോ എന്നറിയില്ല. ഇവിടെ നല്ല കാഴ്ച കാണണ്ടേ? ആ ചേട്ടൻ വഴി പറഞ്ഞു തന്നത് വെറുതെ ആയില്ല കേട്ടോ. ഇതാ പൈതൽ മല കുന്നുകൾ. ഇതേ ആ കാണുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ പൈതൽ മല. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങനെ കറങ്ങി വേണം പോകാൻ. നമ്മൾ ഈ വഴി ഇങ്ങനെ കറങ്ങി പോകും. അവിടെ ഏറ്റവും ടോപ്പിൽ അതിനപ്പുറത്തൂടെയാണ് കാപ്പിമല വഴി വരുന്ന വഴി. രാവിലെ തന്നെ നടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വിയർത്ത് ഒരു വകയായിരുന്നു. കാരണം 9 മണിക്ക് മുമ്പ് അവിടെ എത്താനുള്ള പരിപാടിയാണ്. എൻ്റെ പുറകെ കണ്ട പൈതൽ മല, നമ്മളവിടെ പോകും. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഇന്നത്തെ വ്ളോഗൊക്കെ അത്രയ്ക്ക് അങ്ങ് റീച്ച് ആവുന്നില്ല എന്ന് തോന്നുന്നു. മേ ബി എൻ്റെ പ്രസൻറ്റേഷൻ ആയിരിക്കാം. പ്രസൻറ്റേഷനിൽ കുറവുണ്ട്, എനിക്കറിയാം നന്നായിട്ട്. നമുക്ക് മാറ്റിയെടുക്കാം. കണ്ടില്ലേ പൈതൽ മല? അവിടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ തുടക്കത്തെ കണ്ട കുന്നില്ലേ, അത് തന്നെയാണ് കേട്ടോ ഇത്. പൈതൽ മല തന്നെയാണ് അത്. ഞാൻ ശരിക്കും തെറ്റിദ്ധരിച്ചതാണ്. നമ്മൾ ആദ്യം കണ്ട കുന്നും പൈതൽ മല തന്നെയാണ്. ദേ അതാണ് നമ്മൾ ആദ്യം കണ്ടത്. അവിടെയും കൂടി പോകും. അത് രണ്ടും അടുത്തടുത്തിരിക്കുന്നതാണ്. ഒരാൾക്ക് 60 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതൊക്കെ കൊണ്ടുപോയാൽ, മേലേക്ക് കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരണം. അതവരെ കാണിക്കണം തിരിച്ചു വരുമ്പോൾ. പിന്നെ ക്യാമറയ്ക്ക് ചാർജ് ഈടാക്കുന്നുണ്ട് 150 രൂപ ക്യാമറ കൊണ്ടുപോവുകയാണെങ്കിൽ. ഞാൻ മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് 60 രൂപ മാത്രമേ വാങ്ങിയുള്ളൂ എന്ന് തോന്നുന്നു. മൊബൈൽ ക്യാമറയ്ക്ക് എനിക്കൊന്നും അവർ ചാർജ് ഈടാക്കുന്നില്ല. പിന്നെ എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ, ഫോറസ്റ്റ് ഒഫീഷ്യൽസൊക്കെ. എവിടെ ചെന്നാലും കാണും. റാണിപുരത്തൊക്കെ ഇതിൻ്റെ ചാകരയാണ്. ഇപ്പം പാറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പേര് എഴുതിയേക്കുന്ന പരിപാടി. എന്നെ കാണുന്നുണ്ടോ? ഞാൻ തന്നെ കറുത്തിട്ടാണ്. എൻ്റെ ഇടയിൽ അന്തരീക്ഷം കറുപ്പാണ്. ഇന്നത്തെ ആദ്യത്തെ ടിക്കറ്റ് ഞാൻ തന്നെയാണ് കേട്ടോ. കുറച്ച് ഓൺലൈൻ പേയ്മെൻറ്റാണ്, ഓഫ്ലൈൻ പേയ്മെൻറ്റ് ഇല്ല. ക്യാഷ് ലിക്വിഡ് മണി ആക്സെപ്റ്റ് ചെയ്യില്ല, സ്വീകരിക്കില്ല. ഓൺലൈൻ പേയ്മെൻറ്റാണ്. ഒന്നുകിൽ കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേയോ UPI ട്രാൻസാക്ഷൻ അങ്ങനെ എന്തെങ്കിലും. ശരിക്കും പൈതൽ മലയ്ക്ക് മഴക്കാലത്ത് വരണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്കറിയുക. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഒന്നുമില്ല കേട്ടോ കാണാൻ. മഴക്കാലത്താണെങ്കിൽ മഴവെള്ളവും പിന്നെ ആ കോടയും ഒക്കെ ആയിട്ട് പ്രത്യേക ഒരു വൈബായിരിക്കും ഇവിടെ. മഴക്കാലത്തുണ്ടല്ലോ ഈ ഭാഗത്തുകൂടിയൊക്കെ വെള്ളം ഒലിച്ചൊരുമ്പോഴുണ്ടാകുന്ന ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ കാലിൻ്റെ, അപാരമായിരിക്കും. ഒരു രക്ഷ ഉണ്ടാവില്ല. ഇപ്പം കണ്ടില്ല, ഒരു ഭംഗിയുമില്ല. മൊത്തം കോടയാണ് കേട്ടോ, ഒന്നും കാണാൻ പറ്റില്ല. പുള്ളി പോയി കേട്ടോ അങ്ങോട്ടേക്ക്. പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്.
ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ളവർ താഴെയുണ്ട്. അവരുമായിട്ട് പുള്ളി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് അവരുടെ വയർലെസ് സെറ്റ് ഉപയോഗിച്ച്. ഇവിടെ പിന്നെ മൊബൈലിൽ റേഞ്ചൊന്നുമില്ല. ഇത്തെ കാഴ്ച ഉണ്ടോ, മൊത്തം കോട മൂടിയതുകൊണ്ടേ ആ ഒരു ഭംഗി പോയിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടി മാൻ. വാ, ശരിക്കും ആ ഭാഗത്തേക്കൊക്കെ പോകണം കേട്ടോ. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ തള്ളി നിൽക്കുന്ന ഭാഗം, അത് ശരിക്കും അതാണ് കേട്ടോ നമ്മൾ വരുമ്പം കണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ. നമ്മളതിൻ്റെ മറ്റേ തലപ്പത്താണ്. ശരിക്കും നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ പ്രദേശം ഉണ്ടല്ലോ, ഇത് ശരിക്കും സീ ലെവലിൽ നിന്ന് 4500 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ. നിങ്ങൾ ഓർത്ത് നോക്കുക, കടൽ നിരപ്പിൽ നിന്ന് 4500 മീറ്റർ ഉയരത്തിൽ കേട്ടോ. അത് അവിടെയാണ് കേട്ടോ വാച്ച് ടവർ. പിന്നെ അതെ അങ്ങ് അവിടെ കാണുന്നില്ലേ ഒരു ഗ്രൗണ്ട് പോലെ, അത് ഗ്രൗണ്ടല്ല, അത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയയാണ്. അത് അവിടെ പോകാൻ പറ്റുമെന്ന് അറിയില്ല എനിക്ക്, ഞാൻ നോക്കാം, പോകാൻ സമ്മതിക്കും തോന്നുന്നു. ഒരു ഗ്രൗണ്ട് പോലെ ഇരിക്കുന്ന ഭാഗം. വേനൽക്കാലാകുമ്പം ആ വെള്ളം പറ്റും. ഇവിടെയും പക്ഷേ ആനകളൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു വൈകുന്നേരങ്ങളിൽ ആന ഉണ്ടാവും, അതുകൊണ്ടാണ് ഇവർ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഇറങ്ങിപ്പോരുന്നത്. എനിക്കുണ്ടല്ലോ ശരിക്കത് അവിടെ പോകാൻ തോന്നുന്നുണ്ട്, പക്ഷേ പുള്ളി പെർമിറ്റ് ചെയ്യൊന്നും എനിക്കത് തോന്നുന്നില്ല. കാരണം നല്ല ദൂരമുണ്ട് അവിടത്തേക്ക് നടന്നു പോകാൻ. ശരിക്കത് കാപ്പിമല മഞ്ഞപ്പുല്ല് വഴി വരുന്ന ഭാഗമാണ് കേട്ടോ അത്. ആ ഭാഗത്ത് നല്ല വ്യൂ ആണ്, നല്ല വ്യൂ പോയിൻ്റാണ്. ഞാൻ ഏത് ആംഗിളിൽ വെച്ച് ഫോട്ടോ എടുക്കണം എന്ന് ഇങ്ങനെ നോക്കുക. ഇതാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ മൊത്തം കോട മൂടിയിരിക്കുക, അതാ പ്രശ്നം. മൊത്തം കോട മൂടിയിരിക്കുക, ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ആ ഒരു ഭംഗിയുണ്ടല്ലോ, ഈ ഒരു പ്രകൃതി ഭംഗിയുണ്ടല്ലോ, അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ റാണിപുരം പോയപ്പോൾ. പക്ഷെ റാണിപുരം അത് കഴിഞ്ഞ് ഞാനൊരു പ്രാവശ്യം പോയിരുന്നു കേട്ടോ. അന്ന് ആനയെ കണ്ടു. ആനയെ കണ്ട ദിവസം ഞാൻ വീഡിയോ എടുത്തില്ല, അതാ പ്രശ്നം. അന്ന് മൊബൈലിൽ ചാർജ് തീർന്നായിരുന്നു. എല്ലാ സസ്യങ്ങളുടെയും പേര് മറന്നു കേട്ടോ. ഏതാണെന്ന് അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തന്നേക്ക്. ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, ഈ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. എന്താ ഭംഗിന്നറിയോ, പൈതൽമല. ശരിക്കും പൈതൽമല സ്വർഗം തന്നെയാണ്, ഒരു സംശയം വേണ്ട അതിനകത്ത്. വെറുതെ പറയുകയല്ല കേട്ടോ. മഴക്കാലത്താണ് ശരിക്കും പൈതൽമലയുടെ ആ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഈ വേനൽക്കാലത്ത് വന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. എന്നായിരുത്തി വരാതിരിക്കണ്ട, വേനൽക്കാലത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ചുറ്റും ചുറ്റി ഞാൻ നടക്കുന്നത്, രക്ഷയില്ല. ആ ഭാഗത്തൊക്കെ മുട്ട കുന്നുകളാണ് കേട്ടോ. ആ മഞ്ഞപ്പുല്ല് ഭാഗത്ത് നിന്ന് ട്രെക്ക് ചെയ്ത് വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ. ശരിക്കും പൈതൽമലയിൽ ട്രെക്കിംഗ് എന്ന് പറയാനില്ല കേട്ടോ. ശരിക്കും 4 കിലോമീറ്റർ ഇല്ല ഇവിടെ കയറാൻ. ഏകദേശം ഒരു 2 കിലോമീറ്റർ മാക്സിമം. എനിക്ക് തോന്നുന്നു 4 കിലോമീറ്റർ ഇവിടേക്ക് 2 കിലോമീറ്റർ, തിരിച്ച് 2 കിലോമീറ്റർ, അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത് അവർ 4 കിലോമീറ്റർ ട്രെക്കിംഗ്. ശരിക്കും ഇവിടത്തേക്ക് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇവിടത്തേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം. വലിയൊരു ട്രെക്കിംഗ് എന്ന് പറയാനില്ല. അതായത് നമ്മുടെ റാണിപുരത്തൊക്കെ കാണുന്നില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മുടെ റാണിപുരം കാണുന്ന ഒരു ട്രെക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ ഇവിടെ ട്രെക്കിംഗ് എന്ന് പറയാൻ. അതുകൊണ്ടാണ് ഫാമിലിയെ
ശരിക്കും ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒന്ന് കാണാനുള്ളത് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത്. വരാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ കുറച്ച് കുടിവെള്ളം കൊണ്ടുവന്ന് മാത്രം മതി. ഈ ഭാഗത്ത് കുടിവെള്ളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ റാണിപുരത്തുണ്ട് കേട്ടോ. റാണിപുരത്ത് ഞാൻ കാണിച്ചില്ല, എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. റാണിപുരത്ത് കുടിവെള്ളം ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് പോയാലോ എന്ന് ഞാൻ ശരിക്കും ആലോചിക്കുന്നത്. പുള്ളി അവിടെ ഉണ്ട്, ആ വാച്ച് ടവറിൻ്റെ അടുത്തുണ്ട്. ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പുള്ളി. ഞങ്ങളുടെ പുറകെ വന്നവരെവിടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവർ കപ്പിൾസാണ് കേട്ടോ ശരിക്കും. അവർ ഈ കാടുമലയൊന്നും കണ്ട് ആസ്വദിക്കാൻ വന്നവരല്ല. അവർ ചുമ്മാ സല്ലപിക്കാൻ വന്ന ആൾക്കാരാണ്. നമുക്ക് പക്ഷെ അതല്ല വേണ്ടത്. നമ്മുടെ ലോകം മറ്റൊന്നാണ് ശരിക്കും. ഇവിടെ നിന്നല്ല, ഇവിടെ എൻ്റെ കാശുണ്ടോ? മൊത്തം കോടയാണ്. കോട മൂടിയിട്ടേ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഭാഗത്തൊക്കെ ഞാൻ ആനയുടെ ഒരു സാന്നിധ്യം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഡീപ്പ് ഫോറസ്റ്റിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടോ എന്ന് സംശയമാണ്. വരുമായിരിക്കാം. ആനയല്ലേ, ആനയ്ക്കൊക്കെ പ്രത്യേകിച്ച് എന്താണ് ഒരു നിയമം, കാട് നിയമം. നമുക്കാണ് നിയമങ്ങളൊക്കെ. ഞാൻ ശരിക്കും റാണിപുരം ട്രെക്കിങ്ങിന് പോയപ്പോൾ ഭക്ഷണമൊക്കെ കൊണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഇന്നും ഒന്നും കരുതിയില്ല കേട്ടോ. വെള്ളം മാത്രമേ വാങ്ങിയുള്ളൂ. കാരണം എനിക്കറിഞ്ഞിട്ടായിരുന്നു എത്ര കിലോമീറ്റർ ഇവിടെ, അതായത് കുടിയാൻ മലയിൽ നിന്ന് ഇവിടത്തേക്ക് എത്ര കിലോമീറ്റർ നടക്കാനുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതായത് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടായിരുന്നു. ശരിക്കും ഗൂഗിളിൽ പറയുന്നത് 7 കിലോമീറ്റർ എന്നാണ് കേട്ടോ. പക്ഷേ 7 കിലോമീറ്റർ അല്ല, അതിൽ കൂടുതലുണ്ട്. 3, 3.5, 4 കിലോമീറ്റർ പൊട്ടൻപ്ലാവിലേക്കുണ്ട് ദൂരം. പൊട്ടൻപ്ലാവിൽ നിന്ന് ഇവിടത്തേക്ക്, അതായത് പൈതൽമല എൻട്രി പോയിന്റിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ കാണും. അപ്പം എല്ലാം കൂടി മൊത്തം 9-9.5 കിലോമീറ്റർ ദൂരം. എത്രയും ദൂരം ഞാൻ രാവിലെ നടന്നു. ആ 9.5 കിലോമീറ്ററും പിന്നെ ഇവിടെ നിന്നുള്ള 2 കിലോമീറ്റർ, 11 കിലോമീറ്റർ, 11.5 കിലോമീറ്റർ. തിരിച്ച് പോകുമ്പോഴും ഇതേ കിലോമീറ്റർ ഞാൻ നടക്കും. കുടിയാൻ മല വരെ നടക്കും. നടന്നിട്ട് തന്നെ പോകും തിരിച്ച്. ബസ് ഉണ്ട് കേട്ടോ, ബസ് കിട്ടും. പൊട്ടൻപ്ലാവിലേക്ക് ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ബസ് കിട്ടും. പൊട്ടൻപ്ലാവിൽ നിന്ന് താഴോട്ട്, പൊട്ടൻപ്ലാവിൽ നിന്ന് താഴോട്ട് നമ്മൾ താഴോട്ട് അങ്ങ് ദൂരെ പോകില്ല. നമ്മളെ എന്താ പറയുക, വാട്ടർഫാൾ ഉണ്ടല്ലോ, എന്താണ് മറന്നുപോയി പേര്, ഓർത്തെടുക്കുമ്പോൾ ഞാൻ പറയാം. ഏഴരക്കുണ്ട് വാട്ടർഫാൾ, അവിടെ പോകും. ഉച്ച കഴിഞ്ഞ് നമ്മൾ ഏഴരക്കുണ്ട് വാട്ടർഫാളിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ട്. അത് തൊട്ടടുത്താട്ടോ, കുടിയാൻ മലയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അത് ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. 1-1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏഴരക്കുണ്ട് വാട്ടർഫാളിലേക്ക്. അതെന്തായാലും ഞാൻ കാണും. വെള്ളമുണ്ടോയെന്ന് അറിയില്ല, വേനൽക്കാലമല്ലേ, കാണുമായിരിക്കും. അല്ലെങ്കിൽ വെള്ളമില്ലാതെ ആൾക്കാർ പോവില്ലല്ലോ അവിടെ. നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ കണ്ടാണല്ലോ ചെറിയൊരു കുഞ്ഞു തോട്, അതിൽ ചെറിയൊരു വാട്ടർഫാൾ ഫോം ചെയ്ത്, അതുപോലെ കാണും. നമ്മുടെ കപ്പിൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ വർത്താനം പറഞ്ഞ് വരുന്നുണ്ട്. ഒരു ചുവന്ന ഷർട്ട്, വെള്ള ഷർട്ട്, പിന്നെ ഒരു പെൺകുട്ടി, 3 പേര്. പോരട്ടെ. ഇതെ ശരിക്കും നമ്മുടെ വാച്ച് ടവർ, പൈതൽമലയിലെ വാച്ച് ടവർ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചയുണ്ട്. എനിക്കറിഞ്ഞില്ല എൻ്റെ മൊബൈൽ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണ് എന്നുള്ളത്. എന്താ ഭംഗി എന്നറിയാം ഇവിടുന്ന് കാണുമ്പോൾ. പ്രത്യേകിച്ച് ഈ സൈഡാണ്, നല്ല ഭംഗിയാണ്. ആ മൊട്ട കുന്നുകളും ആ ഷോള ഫോറസ്റ്റ് ഉണ്ടല്ലോ, ചോലവനങ്ങൾ, അതിൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെ ഉന്മാദിയാക്കുന്ന കാര്യങ്ങളാണ് ഈ ചോലവനങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും ഐ ലൈക്ക് ഷോള ഫോറസ്റ്റ്. പറയാനൊക്കെ കേട്ടോ, അത് ആ ഭാഗത്ത് എന്തുകൊണ്ടൊരു എനിക്കൊന്ന് അതൊക്കെ ഇത് ഞാൻ കാണിച്ചുതരാം. ഇത് ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ കയറി വന്ന പൊട്ടംപ്ലാവാണോ? അല്ല, പൊട്ടംപ്ലാവിൽ നിന്ന് പൊട്ടംപ്ലാവ് ഈ ഭാഗത്താണ് കേട്ടോ, ആ ഭാഗത്താണ്. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ.
ഏതാണ്ടൊക്കെ പള്ളിയോ അങ്ങനെ എന്തൊക്കെ കാണുന്നുണ്ട് ആ ഭാഗത്ത്. എന്താ സംഭവം എന്ന് പറഞ്ഞില്ല. ശരിക്കും നമ്മുടെ കേരള കർണാടക ബൗണ്ടറി ആണ് കേട്ടോ ഇപ്പം ഉള്ളത്. കുറച്ച് വെയിൽ സഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമായിരിക്കും, അനുഭവമായിരിക്കും. ഒരു തർക്കമില്ല. നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നോളൂ, ഒരു കുഴപ്പമില്ല. ഇത് ആ ഭാഗത്തൊക്കെ ക്ലിയർ ആകുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ആ ഭാഗത്ത് ആ കോട പോയി അതിൻ്റെ ആ ഒരു ഭംഗി തെളിഞ്ഞ് വരുന്നുണ്ട്. ക്യാമറയിൽ കിട്ടും എന്ന് തോന്നുന്നില്ല എനിക്ക്. ഇതുണ്ടല്ല, അതൊക്കെ പ്രൈവറ്റ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എല്ലാം പിടിച്ചടക്കി വച്ചിരിക്കുകയാണ് ആൾക്കാർ. കയറി കാടിലേക്ക് എത്തി, കാട് നശിപ്പിക്കാനായിട്ട്. നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് അറിയില്ല, സ്ഥലമില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും? അതോടൊപ്പം ഈ കാടില്ലാണ്ടായാലും നമ്മളും ഇല്ലാണ്ടാവും എന്നൊരു ബോധ്യം ഉണ്ടായ നല്ലത്. ഇവിടുന്ന് ഈ വെള്ളം വരുന്നത് ശരി ഏതാ കുടിക്കാല്ലേ? ഇതെവിടുന്നാണ് ശരിക്കും വരുന്നത്? മലയിൽ നിന്ന് നല്ല ഫോഴ്സിൽ വരുന്നുണ്ടോ? അവിടെ ചോദിച്ചാൽ നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് കേട്ടോ. അല്ലേ, ഇത് കുടിക്കാവുന്ന വെള്ളം കേട്ടോ. അത് നമ്മൾ കുപ്പിയിൽ കൊണ്ടുവരണ്ടായിരുന്നു വെള്ളം. അല്ല, ആ മലയിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ, നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് വെള്ളം. ഒരാൾ താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ വാച്ച് ടവറിൻ്റെ മേലെ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഷർട്ട് പിടി പോകുന്നുണ്ടായിരുന്നു. അവന് ആകെ 4 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. 4 ഫോറസ്റ്റ് ഒഫീഷ്യൽസ്, അദ്ദേഹത്തെ പുള്ളിയെ കൂടാതെ ഞങ്ങൾ 4 പേര്, മൊത്തം 5 പേര് ഇവിടെ. വേറെ ആരുമില്ല. ഈ മറ്റ് ഭാഗങ്ങളിൽ അതാ മഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ കാപ്പി മല ആ ഭാഗത്ത് നിന്ന് ആൾക്കാർ വരുമോ എന്ന് അറിഞ്ഞൂടാ. ഇതുവരെ അവർ എത്തിയിട്ടില്ല കേട്ടോ. അവർ ശരിക്കും ഈ ഭാഗത്തേക്കാണോ വരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കാപ്പിമല മഞ്ഞപ്പുല്ല് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ പിന്നെ അവരുടെ വീഡിയോസിലൊന്നും ഈ ഭാഗം കാണിക്കാറില്ല ശരിക്കും. എനിക്ക് ആ മല കണ്ടിട്ടാണ്. അത് ശരിക്കും കർണാടകയിൽ തോന്നുന്നു കേട്ടോ. അതിൻ്റെ മേലെ കയറാൻ ആഗ്രഹം. വാട്ടേ വീട്ടിൽ മൊത്തം പുല്ലാണ്, പുൽമേടാണ്. അല്ല, മലയുണ്ടല്ലോ, അത് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ശരിക്കും. ഇത് ഭംഗിയാണെന്നറിയോ? അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടാണ് ആ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതൊക്കെ പ്രൈവറ്റ് ഭൂമിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന വഴിക്കുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് അത്. അതൊന്നും അനുവദിക്കാൻ പാടില്ലാത്തതായിരുന്നു അവിടെ. എൻ്റെ ആ ഭംഗി നശിപ്പിച്ചു. ഇനി താഴോട്ട് പോകാം കേട്ടോ. ആ പിള്ളേരുണ്ട്, ആ പിള്ളേർ ആ മരത്തിൻ്റെ അടിയിലുണ്ട്. അതിൻ്റെ കാഴ്ച ഉണ്ടല്ലേ, ഇത് ശരിക്കും നല്ല വ്യൂ പോയിൻ്റാണ്. പക്ഷെ ഇവിടെ ഇതിന് താഴോട്ട് പോകണമായിരുന്നു കേട്ടോ. ഇല്ലേ, വാ, ശരിക്കും ഇതിൻ്റെ ഈ വ്യൂ പോയിൻ്റ് ഭംഗിയാണെന്ന് ഈ ഇതുണ്ടല്ലോ, ഈ വേലി ഉണ്ടല്ലോ, ഈ വേലിയാണ്. മേ ബി ഡേഞ്ചർ ആയതുകൊണ്ടായിരിക്കാം കേട്ടോ. ഇതുവഴി
പറ്റിയിരുന്നെങ്കിൽ. വലിയ കൊക്കയാണ് കേട്ടത് താഴോട്ട്, വെറുതെ അല്ല ഇവർ വെച്ച് കെട്ടിയിരിക്കുന്നത്, വലിയ കൊക്കയാണ് താഴേക്ക്. എൻ്റെ പൊന്നു, ഇവിടെ കുറച്ച് സമയം ഇരിക്കുക കേട്ടോ. ഇവിടെ കുറച്ച് സമയം ഇരുന്നിട്ടേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. തണൽ ഇവിടെ മാത്രമല്ല കേട്ടോ, പക്ഷേ നല്ല വ്യൂ പോയിൻ്റാണ് കേട്ടോ. ബോറിങ് ഇതാണ്. ബോറിങ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സുരക്ഷയോർത്ത് അവർ കെട്ടി ഒക്കെ ഇരിക്കുകയാണ്. കാരണം താഴോട്ട് വലിയ കൊക്കയാണ്, പോയത് തന്നെയാണ്. പിന്നെ പാലക്കാട് ആ ഒരു ചെറുക്കനില്ലേ, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവൻ പെട്ടതുപോലെ ആയിപ്പോവും. ആ പിള്ളേർ ശരിക്കും എന്നോട് ഞാനൊരു വ്ളോഗറാണോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഞാൻ അല്ലാന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ, ഇപ്പം ഞാൻ അവരോട് വ്ളോഗറാണ് എന്ന് പറഞ്ഞാൽ, കാരണം എൻ്റെ ചാനലിപ്പോൾ വെറും 13 സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ. അതുമല്ല, ഞാൻ ഒരുപാട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തില്ല. അവർ ചാനൽ കാണുമ്പം അതിനകത്തൊന്നും കാണില്ല. അതുകൊണ്ടാണ് എന്നെങ്കിലും ആ പിള്ളേരുടെ കയ്യിലേക്ക് എൻ്റെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ദിവസം അവർ കാണട്ടെ എന്ന് കരുതി ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരോട് കളവാണ്, മറ്റു മാർഗ്ഗമില്ല. യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, അവർ ജെന്യൂൻ ആയിരിക്കും ശരിക്കും. അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നിലനിൽക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ചാനൽ തുടങ്ങിയിട്ട് വെറും 1 മാസമേ ആയിട്ടുള്ളൂ. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടില്ല. ഇട്ട വീഡിയോസിന് തന്നെ ഒരുപാട് പരാതികളുണ്ടാവും എന്നെനിക്കറിയാം. എൻ്റെ പ്രസൻറ്റേഷൻ മോശമാണ്. വീഡിയോ സാധാരണ ഒരു മൊബൈൽ ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കുറവുകളൊക്കെ എൻ്റെ ചാനലിൽ ഉണ്ട് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരിൽ നിന്ന് ഒരു വ്ളോഗറാണ് അല്ലെങ്കിൽ ഒരു യൂട്യൂബറാണ് എന്നുള്ള കാര്യം ഞാൻ മറച്ചു വെച്ചത്. എന്നെങ്കിലും ആ പിള്ളേർക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഹാപ്പിയായിരിക്കും. നോക്കാം, ഞാൻ ക്യാമറയിൽ ആ കുട്ടികളെ കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോയെന്ന് നോക്കാം. അവർ ഈ ഭാഗത്തുള്ളത് തന്നെ കേട്ടോ, പയ്യാവൂർ ഭാഗത്ത്, കണ്ണൂർ പയ്യാവൂർ ഭാഗത്തുള്ളതാണ്. അപ്പം ഈ മലയിലോട്ട്, അതായത് പൈതൽ മലയിലേക്ക് കയറിയതിൽ ഞാൻ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന്. ഞാനാണെങ്കിൽ കാലത്ത് തന്നെ നടന്നിട്ട് നല്ല ട്രക്കിങ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പൈതൽമല എൻട്രി പോയിന്റിൽ നിന്ന് ഒരുപാട് ഒന്നുമില്ല, ആകെ 2 കിലോമീറ്ററോ എങ്ങാണ്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ടോപ്പിലേക്ക്, അതായത് ഈ വാച്ച് ടവറിൻ്റെ അടുക്കലേക്ക്. സീ ലെവലിൽ നിന്ന് 4500 മീറ്റർ ഉയരത്തിലാണ് ഞാനിപ്പോൾ. ഇതിലും ഉയരമുള്ള മലകളൊക്കെ ഉണ്ട് കേട്ടോ. ആ മലയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ട ആ ഒരു വെള്ളമില്ലേ അത് വരുന്നത്. പിന്നെ ഒരുപാട് നേരം എവിടെ നിൽക്കാൻ പറ്റില്ല, തിരിച്ചു പോകണം. ഭക്ഷണം കരുതിയിട്ടില്ല. താഴെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിൽക്കാതെ ഞാൻ കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ കുടിയാൻമലയിലേക്ക് ഞാൻ നടക്കുന്നുള്ളൂ. പിന്നെ വേറെ എന്താണ്, ഇതൊക്കെ തന്നെയാണ് പറയാനുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആൾക്കാരുടെ മുമ്പ് സംസാരിക്കാൻ ഒരു സഭാകമ്പം നിലനിൽക്കുന്നുണ്ട്. അത് മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു, മാറുമെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഞാൻ എത്ര കിലോമീറ്റർ നടന്നു എന്നറിയോ? കൊടിയാൻമലയിൽ നിന്ന് പൊട്ടൻപ്ലാവ് വരെ ഏകദേശം 3-3.5 കിലോമീറ്റർ ഉണ്ട്. പൊട്ടൻപ്ലാവിൽ നിന്ന് പൈതൽമല എൻട്രി പോയിന്റ് വരെ 5 കിലോമീറ്റർ, 8.5 കിലോമീറ്റർ. പിന്നെ എൻട്രി പോയിന്റിൽ നിന്ന് പൈതൽമല വാച്ച് ടവർ വരെ 2 കിലോമീറ്റർ കാണും. അപ്പോൾ 8.5 2 10 കിലോമീറ്റർ. തിരിച്ചു പോകുമ്പോൾ ഇതേ കിലോമീറ്റർ മുഴുവൻ നടക്കണം. അപ്പോൾ 10 21 കിലോമീറ്റർ ഇന്ന് ഞാൻ നടന്നു. ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ ഇവിടുന്ന്. കാരണം 11 മണിയായി ഇപ്പോൾ തന്നെ. ഇനിയിപ്പം ഏകദേശം ഉച്ചയാവും ഞാൻ കുടിയാൻമല എത്തുമ്പോൾ. കുടിയാൻമല പോകുന്നതിന് മുമ്പ് നമുക്ക് ആ വാട്ടർഫാൾ കൂടി കാണാം. പേര് ഞാൻ മറന്നു പോകും. എന്താണ് പേര്? 7.5 വാട്ടർഫാൾ.
അതും കൂടി കണ്ടിട്ട് പോകുന്നു. കാരണം പോകുന്ന വഴിക്ക് തന്നെയാണ് ഏഴരക്കുണ്ട് വാട്ടർഫാൾ. അപ്പോൾ ഇവിടെ ഒരുപാട് നിന്നിട്ട് കാര്യമില്ല. രവി ഒന്നുകൂടി കാണട്ടെ ഇവിടുത്തെ കാഴ്ചകൾ അല്ലേ. ഈ പ്രശ്നമാണ് വേണ്ട പാട്ട് വീണ്ടും ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. കൂട്ടുകാരുമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് സമയത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു തർക്കമില്ല. കോടായതുകൊണ്ടൊന്നും കാണുന്നില്ല. വർഷം മല കയറി പോകുന്നത്. നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനി അതുമല്ല, എനിക്ക് നല്ല ദൂരം നടക്കാനുണ്ട്. വണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ, ബൈക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കയറി പോകും. അല്ലെങ്കിൽ നടക്കണം, 10.5 കിലോമീറ്റർ നടക്കണം തിരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കണം, നാട്ടിലോട്ടെത്തണം. നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 ദിവസമായി കേട്ടോ. ശരിക്കും വീട്ടിൽ കള പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് നാട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ടൗൺഷിപ്പൊന്നും കണ്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കാട് മലയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രെക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ. ട്രാവൽ വീഡിയോസ് തന്നെ ഞാൻ ഈ ട്രെക്കിംഗ് വീഡിയോസാണ് കൂടുതലും ചെയ്യാറ്. മറ്റ് വീഡിയോസൊന്നും ഞാൻ ചെയ്യാറില്ല. ഇടയ്ക്ക് ഒരു കണ്ടൻറ്റ് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്തെന്ന് വരും കേട്ടോ. കാണുക എല്ലാവരും. ആർക്കെങ്കിലൊക്കെ ആരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. കാണുന്ന ആളുകൾ വീഡിയോ മുഴുവനായിട്ടും കാണുമോ അറിയത്തില്ല. കാണുക, ഇഷ്ടപ്പെടുമെങ്കിൽ പറയുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ follow me.